അനാഥാശ്രമത്തിൽ വളർന്ന ഒരു യുവാവ് വർഷങ്ങൾക്ക് ശേഷം അവനെ വളർത്തിയ അവൻ്റെ ഗുരുവര്യനെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് അവനെ പരിചയപ്പെടുത്തി. മാത്രവുമല്ല, പിറ്റേ ദിവസം നടക്കുന്ന അവൻ്റെ വിവാഹ ചടങ്ങിലേക്ക് അവൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തു. അലങ്കൃതമായ വലിയൊരു വീട്. ഗുരുവിന് തൻ്റെ ശിഷ്യനോട് അഭിമാനം തോന്നി. ഭക്ഷണമെല്ലാം കഴിച്ച് ഗുരു തിരിച്ച് ആശ്രമത്തിലെത്തിയപ്പോൾ ഗുരുവിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു സ്വർണ്ണ നാണയം കിട്ടി. ഗുരുവിന് മനസ്സിലായി, ഇതെനിക്ക് ആരും തന്നതല്ലല്ലോ, ഇത് ഞാൻ അവിടെ നിന്നും മോഷ്ടിച്ചതാണ് എന്നുള്ള കാര്യം. തന്നിൽ ആദ്യമായി സംഭവിച്ച ആ തെറ്റിനെ കുറിച്ച് ഓർത്തുള്ള ഒരു നെട്ടലിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു മോചനവും ലഭിച്ചില്ല. എന്നിട്ട് അദ്ദേഹം ആ ശിഷ്യനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ എങ്ങനെയാ ഇത്രയും സമ്പാദിച്ചത്? അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ പ്രാരാബ്ധവും പട്ടിണിയും കാരണം എൻ്റെ തൊഴിൽ മോഷണമായി ഞാൻ കണ്ടു എന്നുള്ള യാഥാർത്ഥ്യം. ഗുരുവിന് ബുദ്ധനായ തന്നിൽ സംഭവിച്ച ആ തെറ്റിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായി. മോഷ്ടാവ് നീട്ടിയ ഭക്ഷണം കഴിച്ചിട്ടാണ് എന്നിലും ആ ഇച്ഛ വന്നതെന്നുള്ള വലിയൊരു യാഥാർത്ഥ്യം. മറ്റുള്ളവർ തരുന്ന ഭക്ഷണവും നമ്മൾ അവർ ഏത് രീതിയിലാണ് അധ്വാനിച്ച് ഉണ്ടാക്കിയതെന്നുള്ളത് കൂടി നമ്മൾ നല്ലോണം പഠിക്കണം. അതെ, അവൻ അധ്വാനിച്ച ആ സ്വഭാവം അവൻ്റെ ഫുഡിലും വന്നു. അതെ.